ഹായ് എവ്രി വൺ, വെൽക്കം ടു റിസർച്ച് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ നെക്സ്റ്റ് വീക്ക് ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ എനിക്ക് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തു ഈ റിസർച്ച് ഗ്യാപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതായത് നമ്മൾ ഈ റിസർച്ച് ടോപ്പിക് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രീവിയസ് വീക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഈ റിസർച്ച് ഗ്യാപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഈ റിസർച്ച് ടോപ്പിക്കുമായിട്ട് റിലേറ്റഡായി വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ ടോപ്പിക്ക് റിസർച്ച് ഗ്യാപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എളുപ്പത്തിൽ. ഓക്കെ, സോ ഈ റിസർച്ച് ഗ്യാപ്പ് എന്താണ് ആക്ച്വലി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രീവിയസ്ലി ആരെങ്കിലും സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ആ നടത്തിയിരിക്കുന്ന സ്റ്റഡീസും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതല്ലെങ്കിൽ ആ ഒരു റിസർച്ചർ അതിൽ ചെയ്യാത്തതായിട്ടുള്ളൊരു കാര്യം ഇന്നതാണ്, ആ സംഭവമാണ് ഞാൻ എൻ്റെ റിസർച്ചിൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ റിസർച്ച് മറ്റൊരാളുടെ റിസർച്ചിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ റിസർച്ച് ഗ്യാപ്പിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ റിസർച്ചിൽ റിസർച്ചർ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രശ്നം എന്താണ്, the problem that researchers want to address in research. അതാണ് ശരിക്കും റിസർച്ച് ഗ്യാപ്പ്. അപ്പോൾ ഈ റിസർച്ച് ഗ്യാപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ നെസസിറ്റി, അതിൻ്റെ ആവശ്യകത, അതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ റിസർച്ചിലൂടെ നമ്മളത് പറയാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പ്രീവിയസ്ലി ചെയ്തിരിക്കുന്ന ലിറ്ററേച്ചേഴ്സൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ആ ലിറ്ററേച്ചേഴ്സിൽ നിന്നും നമ്മുടെ പെർട്ടിക്കുലർ റിസർച്ചിന് ഇന്ന പ്രത്യേകതകളുണ്ട്. ഓക്കെ, അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ഒരു റിസർച്ച് എന്നുള്ളതാണ് നമ്മൾ ഈ റിസർച്ച് ഗ്യാപ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ റിസർച്ച് ഗ്യാപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു റിസർച്ച് നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും നമ്മളത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പേപ്പർ അവർ റിവ്യൂ ചെയ്യും, അല്ലേ? അതായത് എന്തിനാണ് ഇവർ റിവ്യൂ ചെയ്യുന്നത്? ഓൾറെഡി ഇത് വേറെ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു റിസർച്ചുമായിട്ട് ഇതിന് സിമിലാരിറ്റീസ് ഉണ്ടോ, ഇത് എവിടെന്നെങ്കിലും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണോ എന്നുള്ളത് റിവ്യൂ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പേപ്പർ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു റിവ്യൂ കാരണം അല്ലെങ്കിൽ അങ്ങനെ റിവ്യൂ ചെയ്ത് നമ്മുടെ പേപ്പർ റിജക്റ്റ് ചെയ്ത് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പേപ്പറിൽ അത് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ റിസർച്ച് മുന്നോട്ട് കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഈ റിസർച്ച് മറ്റുള്ളവരുടെ റിസർച്ചിൽ നിന്നും വളരെ യുണീക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇത് പബ്ലിഷ് ചെയ്യപ്പെടാവുന്ന ഒരു പേപ്പറാണ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടേണ്ട ഒരു പേപ്പറാണ് എന്നുള്ളതാണ് ഈ റിസർച്ച് ഗ്യാപ്പിലൂടെ നമ്മൾ പറയുന്നത്. അതുപോലെ ഇത് വളരെ യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ തന്നെ ചെയ്യുന്നൊരു റിസർച്ചാണ്. ഇതിന് മറ്റൊരാളുടെ റിസർച്ചുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മളിത് എവിടെ നിന്നും കോപ്പി ചെയ്തതല്ല. അതുപോലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊരു റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ നമ്മുടെ പേപ്പർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ടോപ്പിക്ക്, ആ ഒരു ഏരിയയിൽ നമുക്ക് തറോ നോളേജ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ റിസർച്ച് ഗ്യാപ്പ് നമ്മുടെ പേപ്പറിൽ കാണിക്കുമ്പോൾ ആ പേപ്പർ വായിക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് മനസ്സിലാവാം, ഈ ഓതർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇപ്പോൾ റിസർച്ച് ഗ്യാപ്പ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ റിസർച്ച് ഗ്യാപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഈ റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു ലിറ്ററേച്ചർ വായിക്കുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു നുറുങ്ങ് വിദ്യകളാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റിസർച്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പേപ്പർ, ആ പേപ്പറിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അത് വായിച്ച് നോക്കുക. അത് വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ആ ഒരു റിസർച്ചർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇന്ന ടൈം ലിമിറ്റ് കാരണം എനിക്ക് ഇത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റിയില്ല, ഇത്ര ഓഡിയൻസിനെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിയുടെ ഇത്രയും വൈഡായിട്ടുള്ളൊരു ഭാഗത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മേ ബി ആ ഒരു റിസർച്ചർ അതിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഫ്യൂച്ചർ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റിസർച്ച് ഗ്യാപ്പായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡീസിനെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡീനെ യൂണിക്കായിട്ട് കാണിക്കാം. ഓക്കെ, അത് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു റിസർച്ച് ഏതെങ്കിലും ഒരു തിയറീനെ ബേസ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ആ ഒരു തിയറി അല്ലാതെ വേറൊരു തിയറി വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ തിയറിയാണ് മോട്ടിവേഷണൽ തിയറിയുടെ ബേസിസിലാണ് അവരുടെ റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. ഇപ്പം മോട്ടിവേഷണൽ തിയറി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറീനെ വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ടോപ്പിക്കിനെ അവർ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഹൈപ്പോത്തസിസ് ഒക്കെ ഫോം ചെയ്ത് സെറ്റാക്കാൻ പോകുന്നത്, പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു തിയറി അല്ലാതെ തന്നെ വേറെ ഒരുപാട് മോട്ടിവേഷണൽ തിയറീസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ തിയറി, നീഡ് എൻറിച്ച്മെൻറ്റ് തിയറി, 2 ഫാക്ടർ തിയറി, അങ്ങനെ ഒരുപാട് മോട്ടിവേഷണൽ തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വേറൊരു മോട്ടിവേഷണൽ തിയറി കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നമ്മുടെ റിസർച്ച് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മുടെ റിസർച്ച് ഗ്യാപ്പ്. ഇനി വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഏതൊരു ഏരിയ അതല്ലെങ്കിൽ ഏതൊരു ജിയോഗ്രഫിക്കൽ ഏരിയനാണ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെയാണ് ഈ ഒരു റിസർച്ചർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ആ ഏരിയ, ഇപ്പം നമ്മുടെ ഏരിയ, നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയ അതിൽ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ എടുക്കാം. അതിനെയാണ് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഗ്യാപ്പ്. ഓക്കെ, ഇനി അതുകൂടാതെ വേറെ ഗ്യാപ്പുകളും ഉണ്ടാകാം. അതായത് പോപ്പുലേഷൻ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനെ ആ ഒരു സ്റ്റഡീസിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ മെയിലിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റഡീനെ വേണമെങ്കിൽ നമുക്ക് വിമൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ചിൽഡ്രനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ പറയുക പോപ്പുലേഷൻ ഗ്യാപ്പ്. ഇനി അതല്ല, എക്കണോമിക്കൽ ഗ്യാപ്പ് ആയിരിക്കാം. എക്കണോമിക്കൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ ഇൻകം, ലോവർ ലെവൽ ഇൻകം, മിഡിൽ ലെവൽ ഇൻകം, ആ ഒരു ഗ്രൂപ്പിനെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ അവർ ഏതൊരു ഗ്രൂപ്പിനെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് എക്കണോമിക്കൽ ഗ്രൂപ്പിനെയാണ് അവർ ആ ഒരു സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അവർ കവർ ചെയ്യാത്ത എക്കണോമിക്കൽ ഗ്രൂപ്പ് ഏതാണോ ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി അതുമല്ല, എഡ്യൂക്കേഷണൽ ഗ്യാപ്പ്. ഇപ്പോൾ ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ മാത്രമാണ് ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ മാത്രം എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് അതിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിനെയാണ് അവരതിൽ കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അവർ കവർ ചെയ്യാത്തൊരു എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിനെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് എഡ്യൂക്കേഷണൽ ഗ്യാപ്പായി. ഓക്കെ, ഇനി ഇതും അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മേ ബി ഒരു ചിൽഡ്രനെ മാത്രമാണ് ഈ ഒരു സ്റ്റഡി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റഡി എടുക്കാം. അത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരെ വേണമെങ്കിൽ അവർ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് എടുക്കാം. അപ്പോൾ അത് ഏജ് ഗ്രൂപ്പ് ഗ്യാപ്പായി. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 തരത്തിൽ റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന്, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റഡി അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി. അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡിയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു റിസർച്ചർ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ ഒരു റിസർച്ചിൻ്റെ പേപ്പർ നമ്മൾ ഫുള്ള് വായിച്ചു കഴിയുമ്പോൾ മേ ബി നമുക്ക് തോന്നാം, എന്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്തുകൂടാ.
അതെന്താണ് ഈ റിസർച്ചർ ആ ഒരു ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യാഞ്ഞത്? നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് നമ്മുടെ സ്റ്റഡീസിന് വേണ്ട റിസർച്ച് ഗ്യാപ്പായി. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, അനാലിസിസ് ടൂൾസ് അതിൽ ഉപയോഗിക്കാതെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റിസർച്ചിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. ഇപ്പോൾ 3 തരത്തിൽ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രോബ്ലംസ്, ലിമിറ്റേഷൻസ് ഓഫ് ദ പ്രീവിയസ് അല്ല, ലിമിറ്റേഷൻസ് ഓഫ് ദ റിസർച്ച്. ഓക്കെ, അതുകൂടാതെ തിയററ്റിക്കൽ അപ്രോച്ചസ്, അതായത് ലാക്ക് ഓഫ് നോളേജ് കാരണമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിയറി മാത്രമാണോ ആ ഒരു റിസർച്ചിൽ ആ ഒരു സ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വേറെ തിയറി വേണമെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് സ്റ്റഡീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് ഗ്യാപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ജിയോഗ്രഫിക്കൽ ഗ്യാപ്പ്, പോപ്പുലേഷൻ ഗ്യാപ്പ്, എക്കണോമിക്കൽ ഗ്യാപ്പ്, എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ആൻഡ് ഏജ് ഗ്രൂപ്പ് ഗ്യാപ്പ്. അപ്പോൾ ഈ ഒരു 3 തരത്തിൽ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് ഒരു ലിറ്ററേച്ചർ വായിക്കുന്നതിലൂടെ, ഒരു ലിറ്ററേച്ചർ അല്ല പല ലിറ്ററേച്ചേഴ്സ് നമ്മൾ വായിക്കേണ്ടി വരും. അപ്പോൾ ആ ലിറ്ററേച്ചേഴ്സ് വായിക്കുന്നതിലൂടെ നമുക്ക് റിസർച്ച് ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റിസർച്ച് ഗ്യാപ്പിനെ പറ്റിയൊരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന ചെറിയൊരു നോളേജ് മാത്രമാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. ഇതിൽ പോരായ്മകൾ ഉണ്ടാകാം. ഇനി ഏതെങ്കിലും ഒരു ഏരിയ ഞാൻ കവർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായത് കമൻറ്റ് ബോക്സിലൂടെ എല്ലാവരും അറിയിക്കുക. Thanks for watching Research Path.